സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ വീണ്ടും ഒരു വിഷുക്കാലം വരവായി. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വിഷുവാണിത്. എൻ്റെ ഹൃദയത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന വിഷുവാണ് ഈ പ്രാവശ്യത്തെ വിഷു. അതുകൊണ്ട് തന്നെ വിഷുവിനെ സംബന്ധിച്ച ഒരു കഥയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് വിഷു നമ്മൾ ആഘോഷിക്കേണ്ടത് എന്നും വിഷു എന്തിനാണ് ആഘോഷിക്കേണ്ടത് എന്നും വിഷു എന്ന നാമം എങ്ങനെയാണ് വന്നത് എന്നും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വിഷുവിന്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ വിഷു എന്ന് പറയുന്ന ആ ഒരു പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം വിഷു കൊണ്ടാടുന്ന മലയാളികളാണ് നമ്മൾ എല്ലാവരും. കാരണം കേരളത്താണ് വിഷു അങ്ങേയറ്റം വലിയ രീതിയിൽ കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഈ വിഷു എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈക്വൽ എന്നതാണ്, അതായത് തുല്യമായത് എന്നതാണ്. എന്തുകൊണ്ടാണ് ഈ തുല്യമായത് എന്നുള്ളൊരു പദത്തിനെ ഈ ഒരു ആഘോഷമാക്കി ബന്ധിപ്പിച്ചിരിക്കുന്നത്? കാരണം വിഷു എന്ന് പറയുന്ന മേടം 1 ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ആ ദിവസത്തിലെ രാവിനും പകലിനും ഒരേ അളവ് തന്നെയായിരിക്കും, അതായത് ഒരേ മണിക്കൂറുകളായിരിക്കും. ഈക്വൽ ആയിട്ടുള്ള രാവും പകലും വരുന്ന ഒരു ദിവസമാണ് മേടം 1. അതേപോലെ തന്നെ ഇനിയൊരു അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ സാധാരണയായി 2 വിഷു കണ്ടുവരുന്നുണ്ട്. ഒന്ന് മേടം 1-നും രണ്ടാമതായി തുലാം 1-നുമാണ് ഇതേപോലെ രാവും പകലും ഒരേ അളവിൽ വരുന്ന ഒരു ദിവസം വരുന്നത്. പക്ഷെ മേടം 1-നാണ് നമ്മൾ എല്ലാവരും വിഷു കൊണ്ടാടാറുള്ളത്. കാരണം ഒരു മലയാള വർഷം ആരംഭമായിട്ടാണ് അതിനെ കണക്കാക്കാറുള്ളത്. മാത്രമല്ല ആ ഒരു സമയത്താണ് കാർഷിക വിളവെടുപ്പ് നടക്കുന്നത്. വിഷുകാലത്തിലെ വിളവെടുപ്പിന് ശേഷം മേടം 1-ന് വിത്ത് വിതയ്ക്കുന്ന ഓരോ കർഷകന്റെയും ഉള്ളിൽ ഈ വിത്തുകളെല്ലാം 100ഉം 1000ഉമായി പതിർമടങ്ങായി വർദ്ധിച്ചു വന്ന് നല്ലൊരു വിളവെടുപ്പ് അടുത്ത വർഷവും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്നും നിറഞ്ഞു നിൽക്കുന്നത്. ഇനി നമുക്ക് വിഷുവിന്റെ ഐതിഹ്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് വിഷു ഇത്രയും വലിയ തോതിൽ കൊണ്ടാടുന്നത് എന്നുള്ളതിന്റെ ഐതിഹ്യത്തെ സംബന്ധിച്ച് 2 കഥയാണ് നിലവിലുള്ളത്. വളരെ ചെറിയ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ലളിതമായ രീതിയിൽ തന്നെ ഈ 2 കഥകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായി പറയുകയാണെങ്കിൽ നരകാസുരനെ വധിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ സത്യഭാമ ദേവിയുടെ കൂടെ ഗരുഡന്റെ പുറത്തേറി നരകാസുരനെ വധിച്ച ദിവസമാണ് ഇന്നേ ദിവസം. അതായത് വിഷു എന്ന് പറയുന്ന ദിവസത്തിലെ ആ ഒരു ദിവസമാണ് നരകാസുരനെ സത്യഭാമ ദേവി വധിക്കുന്നത്. നരകാസുരന് ഒരു വരമുണ്ട്. എന്താണ് ആ വരം? അതായത് സ്വന്തം മാതാവ് മാത്രമേ തന്നെ വധിക്കാൻ പാടുകയുള്ളൂ എന്ന്. അപ്പോ സത്യഭാമ ദേവി ഭൂമി ദേവിയുടെ അവതാരാണ്. നരകാസുരന്റെ അമ്മയായിരുന്നു ഭൂമിദേവി, വസുന്ധരാദേവി. അങ്ങനെ നരകാസുരന്റെ ശല്യം ഭൂമിയിലും ആകാശത്തും ദേവലോകത്തും എല്ലാ ലോകങ്ങളിലും ത്രിലോകങ്ങളിലും ഭയങ്കരമായിട്ട് വ്യാപിച്ചു തുടങ്ങി. അങ്ങനെ എല്ലാവരും, ദേവേന്ദ്രനും എല്ലാവരും, ത്രിലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഭഗവാൻ മഹാവിഷ്ണുവിനെ സമീപിച്ചു. എന്നിട്ട് അവരുടെ വിഷമങ്ങൾ അറിയിക്കുകയുണ്ടായി. അങ്ങനെയാണ് മഹാവിഷ്ണു എല്ലാം അറിയുന്ന ആള്, ത്രികാലജ്ഞാനിയാണ്. അപ്പോൾ മഹാവിഷ്ണു ആണ് സത്യഭാമ ദേവിയെ കൂട്ടി ഗരുഡന്റെ പുറത്തേറി നരകാസുരനെ വധിക്കുന്നത്. അങ്ങനെ നരകാസുരന്റെ വധം സംഭവിക്കുന്ന ദിവസമാണ് മേടം 1. അപ്പോൾ അതിനെ ത്രിലോകങ്ങളിലുമുള്ള ആൾക്കാര് കൊണ്ടാടുന്ന ദിവസമായിട്ടാണ് വിഷുവിനെ കണക്കാക്കുന്നത്. ഇതുപോലെ തന്നെ വിഷുവിനെ സംബന്ധിച്ച് വേറൊരു കഥയും നിലവിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കഥ, സത്യഭാമ ദേവിയുടെ ഈ കഥ എന്ന് പറയുന്നത് ദ്വാപര യുഗത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ വരുന്ന കഥയാണ്. അതായത് രാവണനും രാമനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് വരുന്ന കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ് രാവണൻ. അതായത് ഭയങ്കര ശക്തിശാലിയാണ്, വലിയ ശിവഭക്തനാണ്. അദ്ദേഹത്തിന് നവഗ്രഹങ്ങളുടെ മേലെ പോലും വലിയ സ്വാധീനമുണ്ട്. ലങ്കാധിപതിയാണ് രാവണൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് അല്ലേ, മേഘനാഥന്റെ ജനന സമയത്ത്, രാവണന്റെ പുത്രനായ മേഘനാഥന്റെ ജനന സമയത്ത് നവഗ്രഹങ്ങളെ പോലും യഥാസ്ഥാനത്ത്, ശുഭസ്ഥാനത്ത് പിടിച്ചു നിർത്തിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മുമ്പൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു ദിവസം സൂര്യദേവന്റെ മേലെയും വല്ലാതെ ദേഷ്യം ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ കിരണങ്ങളിലോട് വല്ലാത്തൊരു ഒരു ദേഷ്യമോ അല്ലെങ്കിൽ വിദ്വേഷമോ ഒക്കെ തോന്നാണ്. അങ്ങനെ സൂര്യദേവനോട് ഈ രാവണൻ കൽപ്പിക്കുകയാണ്, ഇനി മുതൽ കിഴക്കുദിക്കരുത് എന്ന്. ഇതായിരുന്നു കൽപ്പന. അങ്ങനെ രാവണന്റെ ഈ കൽപ്പനയെ ഭയന്ന് സൂര്യദേവൻ അന്നേ ദിവസം തൊട്ട് കിഴക്കുദിക്കാതെയായി ഭൂമിയിൽ. അതിനുശേഷം രാവണന്റെ മരണസമയത്ത്, അതായത് രാമരാവണ യുദ്ധ സമയത്ത് രാവണൻ മരണപ്പെട്ട ആ ദിവസമാണത്രേ സൂര്യദേവൻ കിഴക്കുദിച്ചിരിക്കുന്നത്.
അതായത് ആ മേടം 1 എന്ന് പറയുന്ന ആ ദിവസമാണ് സൂര്യദേവൻ കിഴക്കുദിച്ചിരിക്കുന്നത്. ആ സൂര്യദേവൻ കിഴക്കുദിക്കുന്ന ഈ ദിവസത്തെയാണ് നമ്മൾ വിഷുവായിട്ട് കൊണ്ടാടുന്നത്. സർവ്വചരാചരങ്ങളും സൂര്യദേവന്റെ കിഴക്കിലത്തെ ഉദയത്തെ വളരെയധികം സ്വീകരിച്ചു. ആ ഒരു ആഘോഷമാണ് ഇന്ന് വിഷുവായിട്ട് കൊണ്ടാടുന്നത്. അടുത്തതായി നമുക്ക് വിഷുക്കാലത്ത് സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന പദാർത്ഥങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഏതൊരു മലയാളിക്കും വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഓടി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വിഷുക്കണി, കണിക്കൊന്ന, കൈനീട്ടം, വിഷുസദ്യ, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് വിഷു ദിവസത്തിന്. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യമെന്ന് നമുക്കൊന്ന് അറിയാം. ആദ്യം തന്നെ നമുക്ക് വിഷുക്കണിയെ കുറിച്ച് സംസാരിക്കാം. കാരണം വിഷുവിന്റെ അന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കണി കാണുക എന്നുള്ളത്. എന്തൊക്കെയാണ് കണി കാണുമ്പോൾ നമ്മൾ വിഷു കണി ഒരുക്കാറുള്ളത്? അതായത് ഒരു ഓട്ടുരുളിയിൽ കുറച്ച് അരിയും പച്ചക്കറികളും ഫലങ്ങളും കസവും ഉണ്ടും സ്വർണവും പണവും പിന്നെ തെളിച്ചു വെച്ചിരിക്കുന്ന വിളക്കും ഇതെല്ലാം സമർപ്പിക്കുന്നത് എവിടെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ. മാത്രമല്ല വാൽക്കണ്ണാടിയും വലിയൊരു സ്ഥാനം തന്നെ വഹിക്കുന്നുണ്ട്. വിഷുവിന്റെ അന്നേ ദിവസം കുടുംബത്തിലെ മൂത്ത അംഗമായ വ്യക്തി നാളികേരം ഉടച്ച് ഭഗവാനെ സമർപ്പിച്ച് വിളക്കുകളെല്ലാം തെളിയിച്ച് അദ്ദേഹം കണി കണ്ടതിന് ശേഷം കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ കണി കാണാനായി ക്ഷണിക്കണം. ഇത് വളരെയധികം വലിയ ഒരു ചടങ്ങ് തന്നെയാണ് വിഷുവിനെ സംബന്ധിച്ച്. എന്തുകൊണ്ടാണ് ഈ ചടങ്ങ് ഇത്തരത്തിൽ പാലിച്ചു വരുന്നത്? കാരണം വിഷു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വർഷത്തിന്റെ ആരംഭമാണ്. വർഷത്തിന്റെ ആരംഭം വളരെ മികച്ച രീതിയിൽ തന്നെ ആവാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണനെയും മാത്രമല്ല സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായ കണിയൊരുക്കിയ ഉരുളിയെയും നമ്മൾ കണി കണ്ട് ഉണരുന്നു. ഈ ഒരു വർഷത്തെ വിളവെടുപ്പാണ് ആ ഒരു ഉരുളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല വിഷുക്കണിയിലെ വാൽക്കണ്ണാടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ വാൽക്കണ്ണാടിയിലൂടെ നമ്മളെയും ഭഗവാനെയും ഒരേ രീതിയിൽ കാണുന്നതിലൂടെ നാമും ഭഗവാനും ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് അന്നേ ദിവസം തൊട്ട് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പാലിച്ചു വരേണ്ടത്. അതായത് എല്ലാ സർവ്വചരാചരങ്ങളിലും ഉള്ളിൽ ഭഗവാൻ വസിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു പ്രതീകമാണ് വാൽക്കണ്ണാടിയിലൂടെ ഭഗവാനെയും നമ്മളെയും ഒരേ സമയം കാണാൻ സാധിക്കുന്നത്. വിഷുകാലത്ത് ഏറെ പ്രാധാന്യം നേടിയ ഒരു പുഷ്പമാണ് കൊന്നപ്പൂവ്. ഈ കൊന്നപ്പൂവിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് ഒരു ദേശത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ഒരു ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ ഇല്ലമുണ്ടായിരുന്നു. ആ ഇല്ലത്തിലെ ഒരു ചെറിയ കുട്ടി ഭഗവാന്റെ പരമഭക്തനായിരുന്നു. ആ ഒരു കുഞ്ഞു ബാലകൻ ഭഗവാനെ കണ്ടിട്ടുള്ളത് അവരുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ട് തന്നെയായി. എന്ത് കാര്യമുണ്ടെങ്കിലും ഭഗവാനുമായി പങ്കുവെക്കും. അതായത് ഭഗവാനോട് സംസാരിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ശ്രീകോവിലിന്റെ മുന്നിൽ വന്ന് നിന്ന് ഭഗവാനോട് എന്നും സംസാരിക്കും, എല്ലാ കാര്യവും പറയും. അമ്മ ശകാരിച്ചതും പുതിയ വസ്ത്രം ലഭിച്ചതും നല്ല ഭക്ഷണം കഴിച്ചതും കുട്ടികളുടെ കൂടെ കളിച്ചതും എല്ലാ കഥകളും ഭഗവാനോട് വന്ന് പറയും. ഈ ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ഭക്തിയുടെ മുന്നിൽ ഭഗവാനും തോറ്റുപോയി. ഭഗവാൻ ഭക്തവത്സലനാണ്. അങ്ങനെ ഒരിക്കല് ഈ കുഞ്ഞിന്റെ മുന്നിൽ ഭഗവാൻ ദർശനം കൊടുത്തു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഭഗവാനും ആ ഒരു ഭക്തനും തമ്മിലുള്ള ദർശനവും നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ ദേശത്തിലെ പ്രമാണി ഒരു ദിവസം ഭഗവാന് ഒരു സ്വർണത്തിന്റെ അരപ്പട്ട കാണിക്ക വെക്കുകയുണ്ടായി. അതിനുശേഷം തന്നെ അടുത്ത ദിവസം തൊട്ട് ഭഗവാന്റെ ആ ഒരു ബിംബത്തില് ആ സ്വർണത്തിന്റെ അരപ്പട്ട അണിയിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഒരു അരപ്പട്ട കാണാനായി ആ ദേശത്തിലെ ഒരുപാട് പേര് അമ്പലത്തിലേക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഭഗവാനും ആ ഒരു കുഞ്ഞു ബാലകനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ അഗാധമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഭഗവാൻ ആ ബാലകന് ദർശനം കൊടുക്കാറുണ്ട്. അതായത് ഭഗവാന്റെ ദർശനം കിട്ടിയ കാര്യം ആ കുഞ്ഞു ബാലകൻ അവന്റെ അമ്മയോടും പറയാറുണ്ട്. പക്ഷേ കുട്ടികളുടെ തമാശ എന്ന രീതിയിൽ ആ അമ്മ അതിനത്ര പ്രാധാന്യം ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ ആ ബാലകന്റെ അടുത്ത് ദർശനം കൊടുത്തു. ഈ സമയത്ത് ഭഗവാന്റെ അരയിൽ ആ അരപ്പട്ടയുണ്ട്. അങ്ങനെ ബാലകനും ഭഗവാനുമായി കുറേ കളികളിൽ ഏർപ്പെട്ടു. കളികളിൽ ജയിച്ച ബാലകന് ഭഗവാൻ ഒരു സമ്മാനം നൽകി. ഈ അരപ്പട്ടയായിരുന്നു ഭഗവാൻ കൊടുത്ത സമ്മാനം. അങ്ങനെ ആ ബാലകനെ ആ അരപ്പട്ട സമ്മാനിച്ച് ഭഗവാൻ തിരികെ പോയി. അടുത്ത ദിവസം തിരുമേനി ശ്രീകോവിൽ നട തുറക്കുന്ന സമയത്ത് ആ അരപ്പട്ട ഭഗവാന്റെ ആ തിരുമേനിയിൽ കാണാറില്ല. ഭഗവാന്റെ വിഗ്രഹത്തില് ആ അരപ്പട്ട കാണാതെ ആയതുകൊണ്ടുകൂടി തിരുമേനിക്ക് ആകെ ഒരു പരിഭ്രമായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. സ്വർണത്തിന്റെ അരപ്പട്ടയാണ്, അത് മാത്രമല്ല നാട്ടിലെ ഒരു പ്രമാണിയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ആകെ പേടിയായി തിരുമേനി എല്ലാവരെയും ഈ ഒരു വിഷയം അറിയിച്ചു. അങ്ങനെയാണ് അന്നേ ദിവസം ഈ കുഞ്ഞ് ഭഗവാൻ സമ്മാനിച്ച അരപ്പട്ടയും അണിഞ്ഞ് അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുന്നു. അപ്പൊ ഇത് കാണുന്ന എല്ലാ നാട്ടുകാരും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞ് ഈ ഒരു അരപ്പട്ട മോഷ്ടിച്ചതാണ് എന്നടക്കം നാട്ടില് ആ ഒരു അമ്പലത്തില് എല്ലാവരും പറയാൻ തുടങ്ങി.
അങ്ങനെ ഇത് കേട്ട് ഇല്ലത്തുനിന്ന് ഓടി വരികയാണ് ഈ കുഞ്ഞിന്റെ അമ്മ. അങ്ങനെ കുഞ്ഞിന്റെ അരയിൽ നിന്ന് ആ അരപ്പട്ട ഊരിയെടുത്ത് ഈ അമ്മ കുഞ്ഞിനെ ശകാരിക്കാനും തുടങ്ങി. അങ്ങനെ കുഞ്ഞ് പേടിച്ച് പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ഭഗവാൻ ഇത് തന്നതാണ്, ഞാൻ മോഷ്ടിച്ചതല്ല എന്ന് ഈ കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ആ കുട്ടിയെ കള്ളൻ കള്ളൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ക്രോധത്തിലും മാത്രമല്ല എല്ലാവരും തൻ്റെ കുഞ്ഞിനെ കള്ളൻ എന്ന് വിളിക്കുന്നതിന്റെ നാണക്കേട് സഹിക്കാൻ വയ്യാതെ ഈ അമ്മ ഈ കുഞ്ഞിനെ തല്ലാൻ വേണ്ടി കൈയോങ്ങി. മാത്രമല്ല കുഞ്ഞിന്റെ അരയിൽ നിന്ന് നിർബന്ധപ്രകാരം ഈ അരപ്പട്ടയെ വലിച്ചൂരുന്നുണ്ട് ഈ അമ്മ. അങ്ങനെ ഒരു കയ്യിൽ അരപ്പട്ട പിടിച്ച് അടുത്ത കൈ ആ കുഞ്ഞിനെ നേരെ ഉയർത്തുന്ന സമയത്താണ് ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു അരുളിപ്പാട് ഉണ്ടാവുന്നത്. അശരീരി ഇങ്ങനെയായിരുന്നു, കുഞ്ഞിനെ തല്ലരുത്, അവന് നാം നൽകിയ വലിയ സമ്മാനമാണ് എൻ്റെ അരപ്പട്ട എന്നത്, അതുകൊണ്ട് അത് അവന് സ്വന്തമാണ് എന്നതായിരുന്നു ഈ അശരീരി. ഈ അശരീരി വന്നതിന്റെ അടുത്ത ക്ഷണം തന്നെ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ആ അരപ്പട്ട പറന്നു പോവുകയും മാത്രമല്ല അത് അമ്പലത്തിന്റെ സമീപമായിട്ടുള്ള ഒരു മരത്തിൽ ചെന്ന് കൊള്ളുകയും ചെയ്തു. ഉടനെ തന്നെ ആ മരം പൂത്തുലയാൻ തുടങ്ങി. അതിൽ സ്വർണ്ണ നിറത്തിലുള്ള പൂകൾ വിരിയാൻ തുടങ്ങി. ആ പുഷ്പമാണ് ഇന്ന് ഭഗവാന്റെ ആഭരണമായി നമ്മൾ കണി കാണാനായിട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഷുക്കാലത്ത് കണിക്കൊന്നയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം. ഈ കണിക്കൊന്നയ്ക്ക് എന്തുകൊണ്ടാണ് കണിക്കൊന്ന എന്ന നാമം വരുന്നത്? ഈ ഒരു കഥ പറയുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കഥയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ നിന്നാണ്. ത്രേതായുഗത്തില് മലയാള ഭാഷ പോലും ഉത്ഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കഥയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നതിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട്. എന്തെങ്കിലും തിരുത്തുകൾ ഈ കഥയിലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനായി ശ്രമിക്കുക. കഥ ഇങ്ങനെയാണ്. ത്രേതായുഗത്തില് ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് രാമായണ ഗ്രന്ഥത്തിൽ തന്നെ കുറച്ച് പ്രസക്തിയേറിയ ഭാഗമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാമൻ ഒളിയമ്പ് ചെയ്തിട്ടാണ് ബാലിയെ വധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒളിയമ്പ് ചെയ്യാൻ ഒരു മരത്തിന്റെ പിറകിൽ നിന്നാണ് രാമൻ ഒളിയമ്പ് ചെയ്യുന്നത്. അതിനുശേഷം ബാലിയെ വധിക്കുന്നു. പിന്നെ അതിനുശേഷം ആ ഒരു പ്രദേശത്ത് ഉള്ള എല്ലാ ആൾക്കാരും ബാലിയെ കൊന്ന മരം എന്നുള്ള രീതിയിൽ ആ ഒരു മരത്തിനെ കാണാനായി തുടങ്ങി. അപ്പോൾ മരം വളരെയധികം വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ഭഗവാനോട് പരാതിയും പറയുന്നുണ്ട്. അതായത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങ് എൻ്റെ പിറകിൽ നിന്ന് ഒളിയമ്പ് ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട് ഈ ഒരു അപകീർത്തി ഞാൻ ചുമക്കേണ്ടി വരുന്നു എന്ന്. അപ്പോൾ മരത്തിന്റെ ആ ഒരു ദുഃഖം കണ്ടുകൊണ്ട് ഭഗവാൻ മരത്തിന് ഒരു വരം പ്രദാനം ചെയ്യുന്നുണ്ട്. എന്താണ് ആ വരം? ത്രേതായുഗത്തിന് ശേഷമാണ് ദ്വാപരയുഗം, അതിനുശേഷം വരുന്ന യുഗമാണ് കലിയുഗം. കലിയുഗത്തിലെ ഏറെ പ്രാധാന്യം നേടിയ ഒരു മരമായിരിക്കും നീ. നിന്നിൽ വിരിയുന്ന പുഷ്പത്തിന് ഏറെ പ്രാധാന്യം ഉണ്ടാവും, അത് എൻ്റെ ആഭരണമായിരിക്കും എന്നതാണ് ഭഗവാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ വരം. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് കലിയുഗത്തിൽ കൊന്ന മരത്തിന് ഇത്രയേറെ പ്രാധാന്യവും മാത്രമല്ല കൊന്ന പൂവിനെ നമ്മൾ ഭഗവാന്റെ അലങ്കാര വസ്തു അല്ലെങ്കിൽ ആഭരണമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ കഥ നിങ്ങളുടെ മുന്നിൽ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഈ കൊന്ന എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ബാലിയെ കൊന്ന മരം എന്നുള്ള വാക്ക് മലയാള വാക്കാണ് അല്ലെങ്കിൽ മലയാള ഭാഷയിൽ പെട്ടതാണ്. പക്ഷേ ത്രേതായുഗത്തില് മലയാള ഭാഷയ്ക്ക് അധികം പ്രസക്തിയില്ല. അപ്പോൾ അത് ആ ഒരു സമയത്ത് എന്തായിരിക്കും ആ ഒരു മരത്തിനെ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആ മരത്തിനെ ആ ഒരു രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏത് ഭാഷയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക, പിന്നെ അല്ലെങ്കിൽ ആ ഭാഷയെ പരിണാമം സംഭവിച്ചിട്ടാണോ മലയാളത്തിൽ കൊന്ന മരം എന്നുള്ളൊരു രീതിയിലേക്ക് വന്നത്? ഇങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ സംബന്ധിച്ച് പല റിസർച്ച് വർക്കുകളും നടത്തിയ സമയത്ത് ഈ ഒരു കഥയാണ് നിലവിൽ കണ്ടിരിക്കുന്നത്. ഇതല്ലാതെ വേറെ ഒരു കഥയും കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കഥ തന്നെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. എന്തെങ്കിലും തിരുത്തലുകൾ ഈ കഥയെ ബന്ധിച്ച് ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിഷുവിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമെന്ന് എന്താണെന്ന് വെച്ചാൽ കൈനീട്ടമാണ്. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് വിഷു ദിവസം കൈനീട്ടം നൽകുന്നത്? അതായത് ധനത്തിനെ മഹാലക്ഷ്മിയായിട്ടാണ് കണക്കാക്കുന്നത്. ആ മഹാലക്ഷ്മിയെ ആ നല്ല ദിവസം, അതായത് ഒരു വർഷത്തിന്റെ തുടക്കമായ വർഷാരംഭമായ ആ ദിവസം എല്ലാവരിലെയും പങ്കുവെച്ച് വേണം തുടങ്ങാൻ. അതായത് ലക്ഷ്മിയെ പിടിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ലക്ഷ്മി അവിടെ നിൽക്കില്ല എന്നതാണ് പറയാ. ലക്ഷ്മിയെ നമ്മൾ ഇല്ലാത്തവർക്ക് ദാനം ചെയ്ത് വേണം നമ്മളിൽ ഇരട്ടിപ്പിക്കാൻ. അങ്ങനെയാണ് നമ്മൾ വലിയവർ ചെറിയ കുട്ടികൾക്ക് കൈനീട്ടം കൊടുത്ത അവരിലും ആ ലക്ഷ്മിയെ ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് കൈനീട്ടം എന്നത്. വലം കൈ നീട്ടി അടുത്തൊരു വലം കൈയിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് അതിനെ കൈനീട്ടം എന്നും വിളിക്കുന്നത്. അടുത്തതായി
പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വിഷു സദ്യ. അന്നേ വർഷം വിളവെടുപ്പെടുത്ത എല്ലാ പദാർത്ഥങ്ങളും കൊണ്ടും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കലർന്ന ഒരു വിഷു സദ്യ തന്നെയായിരിക്കും എല്ലാ വീടുകളിലും ഒരുക്കം. അത് എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ആ ഒരു വർഷം ഉടനീളം നിൽക്കാനായിട്ടാണ് വിഷു സദ്യക്ക് ഇത്രയേറെ പ്രാധാന്യത്തോടു കൂടി ഉണ്ടാക്കുന്നത്. വിളവെടുപ്പിന്റെ സമയമായതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ പദാർത്ഥങ്ങളും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഇത്രയും പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും വിഷു സദ്യ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷു സദ്യ കെങ്കേമമായിട്ട് തന്നെയായിരിക്കും എല്ലാ വീടുകളിലും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത്രയുമാണ് വിഷുവിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. എൻ്റെ പരിമിതമായ അറിവ് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിഷു ഞാൻ നേരത്തെ തന്നെ നേരുന്നു. സോ താങ്ക് യു ഓൾ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചിലിന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണനടുത്തുവാ ഉണ്ണി കണി കാണാം.